ഗുഡ് ഈവനിങ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു ഫ്ലവർ മേക്കിംഗ് ആയാലോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത് 250 കപ്പാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇടാനുണ്ട്. 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഞാൻ കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കട്ടെ. മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കണം, അത് ചെയ്യാൻ പോകും. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, കുറച്ച് വേപ്പില അരിഞ്ഞെടുത്തേക്കുന്നതാണ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതൊന്ന് വാടണം. ഇതിനകത്തേക്ക് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കാം. ഒരു ഇതും കൂടി വാടട്ടെ. ഇത് അധികം മരിയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞി ഇതാണ് സ്പൂണാണ്, അതിന് ഇത്രയും മസാല, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കാം. പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ 2 പുഴുങ്ങിയ മുട്ട ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്, ഇത് ഇട്ട് കൊടുക്കണം. ഈ കൂട്ടിലേക്ക് ഒരു ടൊമാറ്റോ സോസ് 1 സ്പൂണ്, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ചൂടാറട്ടെ. ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇത് ഈ അടപ്പനെ കൊണ്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. ഇത് മുറിച്ച് വെച്ചേക്കുന്നതാണ്, അടപ്പൻ വെച്ച് മുറിച്ചെടുക്കണം. നാലെണ്ണം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നടുക്ക് കുറച്ച് ഫില്ലിങ് ഇടാൻ കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുക്കാം, മടക്കാം. എന്നിട്ട്
ഇതുപോലെ 4 വെച്ച് കൊടുത്തിട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് ഒന്ന് മടക്കി കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ഈ വശത്തുനിന്ന് ചുരുട്ടിയെടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചാണ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ. ഞാനിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കണേ. ഞാനൊരു അപ്പച്ചെമ്പ് വെച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. ഒരു ഇടിയിൽ തട്ട് വെച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് വേവേണ്ട വരും. 10 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. എങ്ങനെയുണ്ട് എൻ്റെ ഫ്ലവർ? സൂപ്പറായിട്ടില്ലേ? ഉണ്ടോ? സൂപ്പറായിട്ടില്ലേ? നോക്കി. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. കാണാനും ശ്രമിക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.